ന്യൂട്ടൺ പറഞ്ഞിരുന്നത് കണികയാണെന്നാണ്. പക്ഷെ ഹ്യൂഗൻസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് അത് തരംഗമാണെന്നുള്ളത് ഒരു സംശയമില്ലാതെ തെളിയിച്ചു. അപ്പം അങ്ങനെ തരംഗമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ചിരുന്ന കാലത്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നമുക്കൊക്കെ അറിയാം. നമ്മൾ സോളാറൊക്കെ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പ്രകാശം തട്ടിയാൽ എന്ത് പുറത്തു വരികയാണ്? ഇലക്ട്രോണുകൾ. അതാണ് നമ്മൾക്ക് കിട്ടിയിട്ട് നമ്മൾ ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് കറണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാതൊക്കെ ചെയ്യാം. അപ്പോൾ പ്രകാശം തട്ടിയിട്ട് ഇലക്ട്രോൺ പുറത്തു വരുന്നതിനാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. തരംഗമാണെങ്കിൽ ഒരു ലോഹപാളിയിലേക്ക് സോഡിയം പോലുള്ള പൊട്ടാസ്യം പോലുള്ള പെട്ടെന്ന് ഇലക്ട്രോൺ പുറത്തേടാൻ പറ്റിയത്, ഇതിലേക്ക് നമ്മൾ ഊർജം കുറഞ്ഞ ലൈറ്റ് അടിക്കാൻ വിചാരിച്ചു. അപ്പൊ തരംഗ സ്വഭാവം മാത്രമാണുള്ളതെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ ലൈറ്റ് തട്ടി കുറെ നേരം കഴിയുമ്പോൾ ഇലക്ട്രോൺ പുറത്തേയാകും. ഇതിനൊരു ഉദാഹരണമായി നമ്മൾ സാധാരണ പറയാം, നമ്മൾ കടലിന്റെ അടുത്ത് ചെന്ന് നിന്നാൽ പണ്ട് സുനാമി ഒക്കെ ഉണ്ടായപ്പോൾ കണ്ടിരുന്നില്ലേ, ധാരാളം പ്ലാസ്റ്റിക് കരയിൽ കടിച്ചു വന്നിരുന്ന് നമ്മൾ കണ്ടിരുന്നല്ലേ. അപ്പൊ സംഭവിക്കുന്നത് ഓരോ തിരയും ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ അടിച്ചു കയറ്റുന്നത് പോലെ ഈ ലോകത്തുള്ള ഇലക്ട്രോണിനെ ഓരോ തിര വരുമ്പോഴും കുറച്ചടിച്ച് കയറ്റി, അടുത്ത് വരുമ്പോൾ കുറച്ചും കൂടി കയറ്റി, പിന്നെ വരുമ്പോൾ വീണ്ടും പുറത്തു വന്നു കഴിഞ്ഞാൽ അതൊരു സ്വതന്ത്രമാവും. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. എന്ന് വെച്ചാൽ പ്രകാശത്തിന് തരംഗ സ്വഭാവം മാത്രമാണെങ്കിൽ ഉണ്ടാകുന്ന തരത്തിലല്ല ഫോട്ടോ ഇലക്ട്രിക് മറിച്ച് എന്താണ് വേണ്ടത്? നമ്മൾ ഊർജം കുറഞ്ഞ ലൈറ്റ് എത്ര നേരം തട്ടിച്ചാലും എന്ത് പുറത്തു വരില്ല? ഇലക്ട്രോൺസ് പുറത്തു വരില്ല. പക്ഷേ പ്രകാശത്തിന്റെ ഊർജം കൂട്ടി വരുമ്പോൾ ഒരു ഘട്ടം എത്തുമ്പോൾ എന്ത് പുറത്തു വരാൻ തുടങ്ങും? ഇലക്ട്രോൺ പുറത്ത് വരാൻ തുടങ്ങും. അതിനെയാണ് ഐൻസ്റ്റൈൻ ഏത് വെച്ചിട്ട് വിശദീകരിച്ചത്? പ്രകാശത്തിന് തരംഗ സ്വഭാവം മാത്രമല്ല, ഏത് സ്വഭാവം കൂടി ഉണ്ടെന്ന്, കണിക സ്വഭാവം കൂടി ഉണ്ട് എന്നുള്ളത് അത് വെച്ചിട്ടാണ് അത് വിശദീകരിച്ചത്, ഐൻസ്റ്റൈൻ വിശദീകരിച്ചത്. അദ്ദേഹം പിന്നെ ഒരു വളരെ ഭംഗിയായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു നിശ്ചിത ഊർജ്ജം എത്തുമ്പോൾ ഇലക്ട്രോൺ കഷ്ടി പുറത്തെയാണ്. അതിനേക്കാളും ഊർജ്ജമുള്ള ലൈറ്റാണ് തട്ടിയെങ്കിൽ ഇത് പുറത്ത് ചാടുകയും വളരെ വേഗത്തിൽ പോവുകയും ചെയ്യും. അപ്പം ഈ വരുന്ന എനർജി ഇത് പുറത്ത് ചാടാനുള്ള എനർജിയും അതുപോലെ ഇതിന് സ്പീഡിൽ പോകാനുള്ള എനർജിയും കൂടിയാണ്. ഇതെല്ലാം തന്നെ അദ്ദേഹം കൃത്യമായി കണക്ക് കൂട്ടി. അതിനാണ് ഐൻസ്റ്റൈന് നോബൽ പ്രൈസ് കൊടുത്തത്. ഇതല്ല ഇദ്ദേഹത്തിൻ്റെ റിലേറ്റിവിറ്റി തിയറിക്കല്ല, റിലേറ്റിവിറ്റി തിയറിനെക്കാളും പ്രധാനപ്പെട്ടതാണ് ഒരു വേറൊരു കാര്യം. അപ്പൊ ആദ്യ കാലത്ത് ന്യൂട്ടൺ പറഞ്ഞത് പ്രകാശം കണിക സ്വഭാവമാണ് പ്രകാശത്തിനുള്ളത്. പിന്നെ ഹ്യൂഗൻസ് പറഞ്ഞത് കണിക സ്വഭാവമല്ല തരംഗ സ്വഭാവമാണ്. അതൊക്കെ തെളിയിക്കപ്പെട്ടാണ്. തരംഗ സ്വഭാവം എന്നുള്ളത് പൂർണ്ണമായും തെളിയിക്കപ്പെട്ടതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് കണികയാണ്, അതേസമയം തരംഗവുമാണ്. രണ്ട് സ്വഭാവവും പ്രകാശത്തിൽ ഉണ്ടെന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് തെളിയിച്ചിട്ടുള്ളത്. അത് യാഥാർത്ഥ്യമാണ്. ഇതിനൊന്ന് ഉത്തരം കിട്ടാതിരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആറ്റം സ്റ്റേബിളാണ്. ആറ്റത്തിന് അന്നത്തെ രൂപത്തിൽ കാണുന്നത് എങ്ങനെയാണ്? നടുവിൽ ഒരു പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഹൈഡ്രജനാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ പുറത്ത് ഇലക്ട്രോൺ സഞ്ചരിക്കുന്നു. പക്ഷെ അന്നത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി അനുസരിച്ചിട്ട് സഞ്ചരിക്കുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് അല്ലേ? അപ്പൊ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ആണെങ്കിലും അങ്ങനെ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ഉണ്ട്. ആ നെഗറ്റീവ് ചാർജ് ലെവൽ പാർട്ടിക്കിള് സഞ്ചരിക്കുകയാണെങ്കിൽ അത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ പുറത്തുവിടും. എന്നുവെച്ചാൽ എനർജി പുറത്തു പോകും. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് കുറഞ്ഞു വരും? ഇലക്ട്രോൺ എനർജി കുറഞ്ഞു വന്നിട്ട് എവിടേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചാടും? ന്യൂക്ലിയസിനുള്ളിലേക്ക് ചാടും. പക്ഷെ അങ്ങനെ ചാടുന്നില്ല. അതിനെ ബോർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് അതിനുള്ള എക്സ്പ്ലനേഷൻ നൽകി. ഏതാണ് ഈ കാണിച്ചിരുന്നത്? ഇപ്പോൾ ഊർജ്ജം കുറഞ്ഞ് ഇപ്പോഴത്തെ ഊർജ്ജം കുറഞ്ഞ് അതിന്റെ പാത്താണ്. അപ്പോൾ ഊർജ്ജം കുറഞ്ഞ പാത്രമാണ്. ഇനി അതിന് കണ്ടോ, ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഊർജ്ജം കിട്ടിയാൽ കൂടുതൽ ഊർജ്ജത്തിലേക്ക് പോകും. അവിടുന്ന് താഴോട്ട് പറഞ്ഞെങ്കിൽ അതേ ഊർജ്ജം പുറത്തു വിടണം. അതാണ് ഈ കാണിക്കുന്നത്. ഊർജ്ജം ഇലക്ട്രോണിന് കിട്ടുമ്പോൾ ഊർജ്ജം കൂടിയ പാത്രത്തിൽ ചാടുന്നു, പുറത്തേക്ക് ചാടുന്നു. അവിടുന്ന് ഊർജ്ജത്തെ പുറത്ത് വിട്ടുകൊണ്ട് ഊർജ്ജം കുറഞ്ഞ സ്ഥലത്ത് പോകും. ആ പുറത്തേക്ക് വിടുന്ന പ്രകാശം, ആ പുറത്തേക്ക് വിടുന്ന ഊർജ്ജം പ്രകാശത്തിന്റെ രൂപത്തിലാണ്.
ശരിക്കും നമ്മൾ അമിട്ടിലൊക്കെ നമ്മൾ അതാ ഉപയോഗിക്കുന്നത്. അമിട്ട് പൊട്ടിക്കുമ്പോൾ പല നിറം വരുന്നില്ല. അത് പലതരത്തിലുള്ള ലോഹത്തിൻ്റെ ലവണങ്ങൾ ചേർത്തിട്ടാണ്. അപ്പം നമ്മൾ ഈ ചെമ്പിൻ്റെ ഇതൊക്കെ നമ്മൾ ഈ സ്റ്റൗവ് നോക്കിയാൽ കാണാൻ ഉപ്പ് സ്റ്റൗവിലൊക്കെ വീഴുമ്പോൾ മഞ്ഞ നിറം വരുന്നുണ്ടില്ല. അത് ഉപ്പുള്ള വെള്ളം വരുമ്പോൾ അത് സോഡിയം ഡീലൈനാണ്. സോഡിയം പേപ്പർ ലാമ്പൊക്കെ കൊണ്ട് കോഴിക്കോടൊക്കെ ഉണ്ടായിരിക്കും മഞ്ഞ നിറത്തിൽ. അപ്പോൾ ഓരോ ആറ്റത്തിനും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലൈറ്റ് പുറത്തു വരും. അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടാണ് ഈ അമിട്ടിലൊക്കെ പലതരത്തിലുള്ള കളറ് കൊടുക്കുന്നത്. ആളുകൾ അനുസ്മൃതി ചെയ്തതൊന്നുമല്ല, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്തതാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധാരണ ക്ലാസിക്കൽ മെക്കാനിക്സ് പറ്റില്ല. അതുപോലെ തന്നെ ഈ അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയുന്നത് അത്ര ക്ലിയർ അല്ല. ഇത് നമുക്ക് അറിയാവുന്നതാണ്. ഇതെന്താണ്? സാധാരണ സൂര്യപ്രകാശത്തിന് നമ്മൾ ഒരു സ്പെക്ടിൽ കൂടി വിട്ടാൽ, ഒരു പ്രിസത്തിൽ കൂടി വിട്ടാൽ, അതൊക്കെ എല്ലാവരും കണ്ടില്ലേ, എക്സിബിഷനിലൊക്കെ കാണാം. ഒരു ഇതിൻ്റെ അകത്ത് കൂടി വിട്ടാൽ പല വർണ്ണങ്ങളായി തീരും. നമ്മളതൊരു സൗകര്യത്തിന് നമ്മൾ 7 നിറം എന്ന് പറയും. പക്ഷെ 7 നിറമല്ല, നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്രയേറെ നിറങ്ങളുണ്ട്. നമുക്ക് 7 എണ്ണമായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ കുളയിലൊക്കെ പഠിപ്പിക്കുന്ന കുട്ടിയോട് പറയാം, നമ്മളൊരു പച്ച സാരി അമ്മ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുകയാണ് ഒരു പച്ച ബ്ലൗസ് എടുത്തുകൊണ്ടിരുന്ന് പറഞ്ഞാൽ അത് നടക്കില്ലല്ലോ. കാരണം പച്ച തന്നെ അനേകം പച്ചകളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് 7 വർണ്ണമല്ല, സൗകര്യത്തിന് 7 വർണ്ണം ആണ് മഴ ഇല്ലെന്ന് പറയുമെങ്കിലും അതിൽ എണ്ണിയാറുള്ളത് അത്ര വർണ്ണങ്ങളുണ്ട്. ഈ വർണ്ണം മാറി വരുന്നത് ഈ പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ചിട്ടാണ്. അപ്പം നമുക്ക് കാണാവുന്ന പ്രകാശത്തിൽ, ദൃശ്യപ്രകാശത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടുതലുള്ളത് ചുവപ്പിലാണ്, ഏറ്റവും കുറവുള്ളത് വയലറ്റിനാണ്. അതാണ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് നമ്മൾ പറയുന്നത്. മഴയുണ്ട്. ഈ നോക്കുമ്പോൾ ഇതിലെല്ലായിടത്തും പ്രകാശമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇതും ഇവിടെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇതും കൂടി താരതമ്യപ്പെടുത്തുമ്പോൾ എന്താ വ്യത്യാസങ്ങൾ? എന്താണ് ഇവിടെ വര കാണില്ലേ? ഇവിടെ കറുത്ത വര കാണില്ലേ? കുറെ വരകളുണ്ട്. അതിലെ കൂടി ഒരു കറുത്ത വരയുണ്ട്, അത് കാണുന്നില്ല. ഇതിനെ വിളിക്കുന്നത് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്നാണ്. അതൊന്ന് ശ്രദ്ധിക്കാം, എന്നാ മനസ്സിലാവും. നമ്മൾ ചെയ്യുന്നത് വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വർണ്ണങ്ങളുള്ള വെളിച്ചത്തെ ഉദ്ദേശിക്കുന്നുള്ളൂ. വൈറ്റ് ലൈറ്റ് നമ്മൾ ഹൈഡ്രജൻ വാതകത്തിൽ കൂടെ കടത്തിവിടും. ആദ്യം കാണുന്നത് വെറുതെ വൈറ്റ് ലൈറ്റിന്റെ ഒരു ഇതിൽ കൂടി പ്രശ്നത്തിൽ കൂടി കടത്തിവിടും. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ വൈറ്റ് ലൈറ്റിനെ ഹൈഡ്രജൻ വാതകത്തിനുള്ളിൽ കൂടി തണുപ്പിച്ച് പ്രഷർ കുറഞ്ഞ ഹൈഡ്രജൻ വാതകത്തിനുള്ളിൽ കൂടി കടത്തിവിടുന്നുണ്ട്. ആ പുറത്തേക്ക് വരുന്ന പ്രകാശത്തെ എന്തിൽ കൂടി പായിക്കും? പ്രിസത്തിൽ കൂടി. അപ്പൊ എന്ത് വ്യത്യാസം നമ്മൾ കാണുന്നത്? ഇവിടെ എല്ലായിടത്തും ലൈറ്റ് ഉണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്താൽ ഒരു സ്ഥലത്ത് ലൈറ്റ് കുറഞ്ഞു, വളരെ കൂടുതൽ സ്ഥലത്ത് പഠിക്കും. എന്താണ് ഇതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താവണം? അതിന്റെ അർത്ഥം ഈ ദൃശ്യപ്രകാശത്തുള്ള ഏതോ ഒരു ഭാഗത്തെ നമ്മൾ ഹൈഡ്രജൻ പിടിച്ചു വെച്ചുകൊണ്ടാണ്, ഹൈഡ്രജൻ ആഗിരണം ചെയ്യുന്നതാണ് അതിന്റെ അർത്ഥം. അത് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെയുള്ള ഇലക്ട്രോൺ പ്രകാശത്തെ ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ട് ചാടി. അപ്പൊ അങ്ങനെ പ്രകാശത്തെ ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നതിൽ ആ പ്രകാശം കാണൂല. അതുകൊണ്ടാണ് അവിടെ ഒരു കറുത്ത വര വന്നത്. ഇതിൽ ഒന്നിലേറെ വരകൾ കാണുന്നില്ല. ഇവിടെ വന്നിട്ട് ഇവിടെ വന്നു. ഇനി അതേ പരീക്ഷണം വേറെ തരത്തിൽ ചെയ്തു. എങ്ങനെയാണ് വേറെ തരത്തിൽ ചെയ്യുന്നത്? ഹൈഡ്രജൻ ട്യൂബ് എടുത്തിട്ട് പ്രഷർ കുറച്ചിട്ട് ശക്തമായ ഇലക്ട്രിസിറ്റി, ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി കൊടുക്കും. അപ്പം സംഭവിക്കുന്നത് ഈ ഹൈഡ്രജൻ ആറ്റങ്ങൾ അത് ശക്തിയായി കൂട്ടിമുട്ടുമ്പോൾ ഈ ഊർജ്ജം കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ഊർജ്ജം കൂടിയ സ്ഥലത്തേക്ക് പോകും. എന്ത്? ഈ ഇലക്ട്രോൺ. പക്ഷെ അവിടെ നിൽക്കാൻ പറ്റില്ല.
അപ്പൊ എന്ത് സംഭവിക്കും? അത് തിരിച്ചു വരും. അല്ല, അത് തിരിച്ചു വരും. നോക്കാൻ ശ്രദ്ധിക്കാം. തിരിച്ചു വരുമ്പോ എന്താ പുറത്തു വിട്ടത്? ലൈറ്റാണ് പുറത്തു വിട്ടത്. ആ ലൈറ്റാണ് ഈ കാണുന്നത്. അതായത് നേരത്തെ ചെയ്തതിൽ എവിടെയാണോ ആഗിരണം ചെയ്തത് അതേ സ്ഥലത്താണ് എന്ത് കാണുന്നത്? എനർജി പുറത്തേക്ക് വിടുന്നത് കാണുന്നത്. അപ്പൊ അത് കാണുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തുടർച്ചയായിട്ടല്ല എനർജി പുറത്തു വിടുന്നത്, അല്ലെങ്കിൽ ആഗിരണം ചെയ്ത് ഇവിടെ ഈ ഊർജം ആഗിരണം ചെയ്ത് അല്ലെങ്കിൽ പുറത്തു വിടും. പിന്നെ അതിന്റെ തൊട്ടൊന്നും അതിന് പറ്റുന്നില്ല. വളരെ അകലെ വെച്ചാൽ എനർജി തുടർച്ചയായിട്ടല്ല ആറ്റങ്ങളിലെ ഇലക്ട്രോണുകളിൽ ഉള്ളത്, അങ്ങനെ ചാടി ചാടിയുള്ള തരത്തിലാണ്. അതിനെയാണ് ക്വാണ്ടം എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിനെ ഇങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ എനർജിയെ ഒരു ലൈറ്റിന്റെ ഒരു കിരണത്തിന്റെ ഊർജത്തെ എച്ച് എന്ന് പറഞ്ഞ പ്ലാങ്കാണ് ഈ എച്ച് കണ്ടുപിടിക്കുന്നത്. പ്ലാങ്കിന്റെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ആ പ്ലാങ്കിന്റെ കോൺസ്റ്റന്റിനെ ഈ പ്രകാശത്തിന്റെ ഫ്രീക്വൻസി കൊണ്ട്, ആവൃത്തി കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് ആ പ്രകാശത്തിന്റെ ഊർജം. ഇനി നോക്കുക, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ എച്ചിന്റെ വാല്യൂ നോക്കൂ. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ എത്രയുള്ളത്? 10⁻⁻34 എന്ന് വെച്ചാൽ നമ്മളിവിടെ ഇതും കൂടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഈ നോട്ട് ഇങ്ങോട്ട് മാറ്റി പിന്നെ ഇങ്ങോട്ട് 33 പൂജ്യത്തെ അത്രയാണ് ആ എച്ചിന്റെ വാല്യൂ. എന്ന് വെച്ചാൽ 0 അല്ലാതെ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. 0 അല്ല, അതിൻ്റെ ഒരു വില ഉണ്ട്. പക്ഷെ എത്രയേ ഉള്ളൂ? 33 പൂജ്യം കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ അനിശ്ചിതത്വം എന്ന് പറഞ്ഞത് അത്രയേ ഉള്ളൂ. അതിനുള്ള ഇലക്ട്രിഫിക്കേഷൻ കാണാം. അനിശ്ചിതത്വം തന്നത് അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഞാനിവിടെ ഞാൻ നാളെ അവിടെ കാണാം അങ്ങനെയല്ല. അത്രയും നിസ്സാരമായിട്ട് അത് എവിടെ മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ ഈ അനിശ്ചിതത്വം? അങ്ങേയറ്റം നിസ്സാരമായ അങ്ങേയറ്റം ചെറിയ കണികകളിൽ മാത്രമേ ഈ അനിശ്ചിതത്വം എന്ന് പറയുന്ന ഒരു സംഗതി ഉള്ളൂ, മറ്റെങ്ങും ഇല്ല. ഇനി ഒന്നുകൂടി മനസ്സിലാവാൻ ഇത് നല്ലതാണ്. ജൂൾ സെക്കൻഡ് ആണ് ഇതിന്റെ യൂണിറ്റ്. ഒരു ജൂൾ എന്ന് പറഞ്ഞത് എത്രയാണ്? 0.238 കാലറി. ഒരു കാലറി എത്ര നമുക്കറിയാം. 1 ഗ്രാം വെള്ളത്തെ എത്ര 0 ഡിഗ്രിയിലാണെങ്കിൽ അതിനെ 1 ഡിഗ്രിയിലേക്ക് ഉയർത്താൻ എത്ര ചൂട് വേണം? അതാണ് എന്ന് പറയുന്നത് 1 കാലറി എന്ന് പറഞ്ഞത്. പക്ഷേ ജൂൾ എന്ന് പറഞ്ഞത് എത്രയേ ഉള്ളൂ? അതിനേക്കാളും എത്രയോ കുറയുള്ളൂ. 0.238 കാലറിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഈ എച്ച് എന്ന് പറഞ്ഞത് എത്രയോ നിസ്സാരമായിട്ടുള്ള ഒരു അളവാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. അടുത്ത മനസ്സിലായി. അപ്പൊ നമ്മൾ നേരത്തെ ഉള്ളതിൽ കണ്ടത് എനർജി, ആറ്റങ്ങളിലെ ഇലക്ട്രോണുകളുടെ എനർജി തുടർച്ചയായിട്ടല്ല മാറുന്നത്, പകരം ഇങ്ങനെ ചാടിയിട്ട് ക്വാണ്ടമായിട്ടാണ് മാറുന്നത്. അത് നമ്മൾ സാധാരണ ഉദാഹരണം പറയാം. ഇതൊരു റാമ്പാണെന്ന് വിചാരിക്കുക. റാമ്പിൽ നമുക്ക് എങ്ങനെയും കയറിക്കൂടെ? ഈ ചെറിയ സ്റ്റെപ്പ് ഉറുപ്പ് വേണമെങ്കിൽ അനുസരിച്ചിട്ട് ആ ഇതിനെ പോകാം. ചെറിയ മാറ്റത്തിൽ കൂടി പോകാം. പക്ഷെ നമ്മൾ കോണി കയറുകയാണെങ്കിലോ? കോണി കയറുകയാണെങ്കിൽ നമുക്ക് പറ്റില്ല. കോണി കയറുകയാണെങ്കിൽ നമ്മളൊരു ഊർജം, ഒരു ചാട്ടാണ് ഊർജത്തിൽ. നമ്മൾ എവിടെ നിൽക്കുന്നതിനേക്കാൾ ഒരു സ്റ്റെപ്പ് ചാടി നമുക്ക് എവിടെ നിൽക്കാൻ പറ്റില്ല. അതിന് രണ്ടിനും കൂടി ഇടയിൽ നിൽക്കാൻ പറ്റില്ല. അതാണ് ക്വാണ്ടം സയൻസിന്റെ പ്രത്യേകത. ഊർജം ക്വാണ്ടൈസറാണ്, അത് മാത്രമേ ഉള്ളൂ. അതിനെ പിന്നെ പല ഇതിനുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിലെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം ഈ ഊർജം തുടർച്ചയായിട്ട് കൂടാനോ കുറയാനോ പറ്റില്ല. അതിങ്ങനെ ക്വാണ്ടമായിട്ട് ജമ്പ് ചെയ്തുകൊണ്ട് മാത്രമേ അതിൻ്റെ മാറ്റം വരുള്ളൂ എന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ കാര്യം. ഇത് പ്രകാശത്തിന്റെ സ്വഭാവം. ഇത് വിശദീകരിക്കാനും അന്നത്തെ സയൻസിന് പറ്റിയില്ല. ഇത് ചെയ്യുന്ന നമ്മൾ രണ്ട് ഓട്ടങ്ങളിലൂടെ പ്രകാശം കടത്തിയിട്ടുണ്ട്. അങ്ങനെ കടത്തി വിട്ടാൽ നമുക്ക് നമ്മൾ ഏതെങ്കിലും ഒരു കടുക് പണിയാന്ന് വിചാരിക്കും. വെറുതെ ഉദാഹരണത്തിന്
അങ്ങനെ രണ്ട് ഓട്ടുണ്ട് ഇതുപോലെ രണ്ട് കടുമണി. എന്നിട്ട് ഞാൻ ഇവിടെ ദൂരെ നിന്നിട്ട് ഈ കടുകുമണി ഇങ്ങനെ ഫയർ ചെയ്യാണ്, ധാരാളം കടുകുമണി. എന്നാൽ എന്താ സംഭവിക്കാം? അതിൻ്റെ പിന്നിലൊരു ബോർഡ് വെച്ചാൽ എന്ത് സംഭവിക്കും? ഈ സ്ട്രീറ്റിൽ കൂടി പോയ കടുകുമണിയെല്ലാം കൂടി ഇവിടെ ഒരു സ്ഥലത്ത് മുട്ടും. അതുപോലെ ഈ സ്ട്രീറ്റിൽ കൂടി പോയത് വേറെ സ്ഥലത്ത് കൊണ്ട് മുട്ടും. അപ്പൊ കണികാ സ്വഭാവം മാത്രമേ പ്രകാശത്തിനുള്ളുവെങ്കിൽ എന്താ സംഭവിക്കുക? ഇങ്ങനെ രണ്ട് സ്ഥലത്ത് വന്ന് മുട്ടുകയും. പക്ഷെ കാണുന്നത് അങ്ങനെയല്ല, അനുഭവത്തിൽ വരുന്ന അങ്ങനെയല്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രകാശം നല്ല നല്ല തീവ്രമായിട്ട് നടുവിലെ പ്രകാശം ഉണ്ടാവും. അത്ര തന്നെ തീവ്രത ഇല്ലാതെ രണ്ട് സൈഡിലേക്ക് ഉണ്ടാവും. അല്ലാതെ രണ്ട് ലൈന് മാത്രമല്ല വരിക, നടുവിൽ നല്ലൊരു ലൈറ്റ് വരും. പിന്നെ അത്രയും മങ്ങി, കുറച്ചുകൂടി മങ്ങി, കുറച്ച് അങ്ങനെയുള്ള ലൈറ്റ് വരും. അത് വരണമെങ്കിൽ പ്രകാശത്തിന് ഏത് സ്വഭാവമാണ്? തരംഗ സ്വഭാവം. അപ്പോൾ പ്രകാശത്തിന് രണ്ട് സ്വഭാവവും, ഒന്ന് കണികാ സ്വഭാവമുണ്ട്, മറ്റൊന്ന് തരംഗ സ്വഭാവമുണ്ട്. ഇത് പറയുമ്പോഴുള്ളൊരു പ്രശ്നം, ഈ കണിക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉടനെ വരുന്നത് ഇപ്പോഴൊക്കെയാണ് കുട്ടികൾക്ക് ക്രിക്കറ്റ് ബോളായിരിക്കുന്നത്. തരംഗം എന്ന് പറഞ്ഞാൽ കുളത്തിലൊക്കെ നമ്മൾ കാണുന്ന ഓളം, അല്ലെങ്കിൽ കടലൊക്കെ കാണുന്നെങ്കിൽ അങ്ങനെ വിശാലമായിട്ട് പരന്ന് കിടക്കണം. ഈ രണ്ട് സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, നമ്മുടെ ഭാഷയിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ രണ്ട് സ്വഭാവം ഉള്ളത് എന്തിനാണ്? അങ്ങേയറ്റം ചെറിയ ക്വാണ്ടം പാർട്ടിക്കിൾസിന് മാത്രമേ ഈ സ്വഭാവമുള്ളൂ. എന്ന് വെച്ചാൽ അതിന് പൂർണ്ണമായ കണികാ സ്വഭാവമല്ല, പൂർണ്ണമായ തരംഗ സ്വഭാവമല്ല. ഇത് നമ്മൾക്ക് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മൾ ഏത് തരത്തിലാണ് ഇത് നോക്കുന്നതിനനുസരിച്ച്. ഉദാഹരണത്തിന് ഈ പരീക്ഷണമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ഏത് സ്വഭാവമാണ് കാണിക്കുക? തരംഗ സ്വഭാവമാണ് കാണിക്കുക. അതേസമയം ഫോട്ടോ ഇലക്ട്രിക് ചെയ്യുന്ന സ്ഥലത്തിലാണെങ്കിൽ അത് കണിക സ്വഭാവം കാണിക്കും. യഥാർത്ഥത്തിൽ ഈ ക്വാണ്ടം പാർട്ടിക്കിൾസ് തരംഗവുമല്ല കണികയുമല്ല, പക്ഷെ അതിന് രണ്ട് സ്വഭാവവും അത് കാണിക്കും എന്ന് പറയാം. ഇതാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ. മാഷ് പറഞ്ഞ അൺസർട്ടൻസി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ അൺസർട്ടൻസി പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഡെൽറ്റ എക്സ് ഗുണിക്കണം ഡെൽറ്റ പി. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കണിക ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മളതിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ആ സ്ഥാന നിർണ്ണയത്തിൽ വരാവുന്ന പിഴവിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്? ഡെൽറ്റ എക്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ കണിക അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, ക്വാണ്ടം പാർട്ടിക്കിൾ. ആ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ കണികയുടെ സ്ഥാനം നമ്മൾ നിർണ്ണയിക്കാൻ ശ്രമിച്ചാൽ അതിൽ വരാവുന്ന പിഴവിനെയാണ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. ഡെൽറ്റ പി എന്ന് പറയുന്ന മൊമെൻ്റാണ്. മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി, അതാണ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡിന് അതിൻ്റെ മാസ് കൊണ്ട് കുറിച്ചാൽ കിട്ടുന്നതിനെയാണ് മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൊമെൻ്റത്തിലുള്ള നമ്മൾ അളക്കുമ്പോൾ മൊമെൻ്റത്തിൽ വരാവുന്ന പെശകും സ്ഥാനത്തിൽ വരാവുന്ന പെശകും കൂടി രണ്ടും കൂടി ഗുണിച്ചാൽ നിശ്ചയമായും അത് ഏതിൽ കുറയില്ല. നേരത്തെ എച്ച് നമ്മൾ കണ്ടതാണല്ലോ, എച്ചിൻ്റെ കാര്യം നമ്മൾ കണ്ടില്ല, എത്രയോ നിസ്സാരമായ സംഖ്യ. അത് നമ്മൾ എന്തുകൊണ്ട് ഹരിക്കും? 4 ഗുണിക്കണം പൈ 1.1. ഇതോടെ രണ്ടോടുകൂടി ഗുണ എച്ചിനെ ഗുണിച്ചാൽ എത്ര കിട്ടുമോ ഒന്നുകിൽ അതിന് തുല്യം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി ഇത്ര നിശ്ചയത്തോളൂ. എച്ച് തന്നെ എത്രയോ ചെറുതാണ്. അതിനൊക്കെ നമ്മൾ വീണ്ടും എന്തുകൊണ്ട് ധരിച്ചു? 4 കൊണ്ട് ധരിച്ചു, 3.14 കൊണ്ട് ധരിച്ചു. അത്ര മാത്രമേ അനിശ്ചയത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഏത് ലോകത്തിൽ മാത്രമേ ഉള്ളൂ? ക്വാണ്ടം ലോകത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള അനിശ്ചയത്തുള്ളൂ. ഓഫീസിലൊക്കെ അതിനെ വളരെയേറെ വർണ്ണിച്ചു പരമാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ഐൻസ്റ്റീനാണ് ഡിബ്രോയി എന്ന് പറയുന്ന വേറെ സയൻറ്റിസ്റ്റ്. ഇതിൽ നമ്മൾ പറയുന്നത് പ്രകാശത്തിന് കണികാ സ്വഭാവമുണ്ട്, അതുപോലെ തരംഗ സ്വഭാവമുണ്ട്. അങ്ങനെയാണെങ്കിൽ സഞ്ചരിക്കുന്ന ഇലക്ട്രോണിനും അത് ഉണ്ടാകാമല്ലോ എന്നാണ് ഡിബ്രോയി എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ കണ്ടുപിടുത്തം. അദ്ദേഹത്തിന്റെ PhD തീസിസാണ്. അപ്പോൾ ഒരു പ്രകാശത്തിന്റെ ഒരു കണികയുടെ ഉദാഹരണത്തിന് ഇലക്ട്രോണിന് സഞ്ചരിക്കുകയാണെങ്കിൽ അതിന്റെ തരംഗ ദൈർഘ്യം ലാംഡ എന്ന് പറയുന്നത് നേരത്തെ കണ്ട
വെച്ച് നിസ്സാരമായ സംഖ്യയെ പി കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുമോ? പി എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ മൊമെന്റം മാസിനെ വെലോസിറ്റി കൊണ്ട് ഗുണിച്ചത് അത്ര ആയിരിക്കും അതിന്റെ തരംഗ ദൈർഘ്യം എന്നാണ് ഡി ബ്രോഗ്ലി എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ PhD തീസിസ് പറഞ്ഞത്. ഈ PhD തീസിസിന്റെ ഒരു എക്സാമിനർ ഐൻസ്റ്റൈൻ ആയിരുന്നു. നമ്മളിങ്ങനെ ഇപ്പോൾ ആലോചിച്ച് നോക്കും, ഇപ്പോൾ നമ്മളൊരു PhD എക്സാമിനർ ആരായിരുന്നു? ഡി ബ്രോഗ്ലിന്റെ എക്സാമിനർ ഒരു എക്സാമിനർ ഐൻസ്റ്റൈൻ ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ അയാളെ പ്രസന്റ് ചെയ്തു. അപ്പോൾ പലരും പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ പോവുകയാണ്. അപ്പോൾ ഐൻസ്റ്റൈൻ അയാൾ തിരിച്ച് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞൊരു ഉത്തരം, അതിന് മുമ്പ് തന്നെ സമാനമായ ചില പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു ക്രിസ്റ്റൽ, ഉപ്പിൻ്റെ ക്രിസ്റ്റലാന്ന് ചെയ്യാം. ഉപ്പിൻ്റെ ക്രിസ്റ്റൽ സോഡിയം അയോൺ ഉണ്ടാവും, ക്ലോറൈഡ് അയോൺ ഉണ്ടാവും, വീണ്ടും സോഡിയം അയോൺ ഉണ്ടാവും. ഇതിലേക്ക് എക്സ്റേ കടത്തി വിട്ടാൽ ഇതിൻ്റെ ഡയഫ്രാക്ഷൻ പാറ്റേൺ നല്ലൊരു കിട്ടും. പക്ഷെ എക്സ്റേക്കാളൊക്കെ വളരെ തരംഗദൈർഘ്യം കുറവായിരിക്കും ഇലക്ട്രോണിന്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞു, ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ആറ്റങ്ങൾ കൂടുതൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു ലോഹത്തിലേക്കാണ് ഈ ഇലക്ട്രോണുകളെ വായിക്കുന്നതെങ്കിൽ ഡയഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുന്നതാണ്. ഐൻസ്റ്റീനെ ബോധ്യം. അങ്ങനെ അദ്ദേഹത്തിന് PhD കൊടുക്കണം. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോണിന് തരംഗ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഏത് സാധ്യമായത്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് സാധ്യമായത്. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ക്വാണ്ടം മെക്കാനിക്സ് എത്രമാത്രം സമൂഹത്തെ, ലോകത്തെ മാറ്റിമറിച്ചിട്ടുള്ളത്. ഇന്ന് ലോകസമ്പത്തിന്റെ മൊത്തം ലോകസമ്പത്തിന്റെ 30% ക്വാണ്ടം മെക്കാനിക്സ് ആണ് നിയന്ത്രിക്കുന്നത്. ഇതിങ്ങനെ ആറ്റത്തിന്റെ ഇത് കാണിക്കാനാണ്. നമ്മളൊരു ആറ്റത്തിൽ നേരത്തെ വരെ വട്ടത്തിൽ ഇങ്ങനെ ഇലക്ട്രോൺ പോലും കാണിച്ചില്ല, അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. ഇലക്ട്രോൺ ഇതുപോലെ ഇതിന് ചുറ്റും ന്യൂക്ലിയസിന് ചുറ്റും ഈ രൂപത്തിൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാകാതെ പറയാൻ പറ്റുള്ളൂ. ഇതുപോലെ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഇലക്ട്രോണിനെ കാണാം ഞാൻ പറയാൻ പറ്റില്ല. അല്ലാതെ ഇലക്ട്രോൺ നിശ്ചിത സ്ഥലത്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രോബബിലിറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിശ്ചിതമായ ഒരു സ്ഥലം ഇലക്ട്രോൺ എവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ നിശ്ചിതമായിട്ടൊരു സ്ഥലത്തുണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മൾക്ക് ഉണ്ടാകാം എന്ന് മാത്രമേ, സാധ്യത മാത്രമേ പറയാൻ പറ്റൂ. ഈ ക്വാണ്ടം മെക്കാനിക്സിനെ അടിസ്ഥാനമാക്കിയുള്ള ചില ഉപകരണങ്ങളാണ്. ഇത് ലേസറാണ്, ലേസറാണ്. ഈ ലേസറിന്റെ പ്രത്യേകത നമുക്ക് എത്ര ദൂരത്ത് പഠിക്കാം. കാരണം നമ്മൾ ടോർച്ച് അടിച്ചാൽ എന്താ പറ്റുക? കുറേ നേരം കണ്ട് ദൂരം പോകുന്നതോട് കൂടിയിട്ട് അതൊക്കെ മങ്ങും. പക്ഷെ ഇത് മങ്ങൂല. ഈ മങ്ങാതിരിക്കാൻ കാരണം നമ്മൾ പറഞ്ഞ പ്രകാശങ്ങളുടെ തരംഗമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഇതൊരു പ്രകാശതരംഗാണ്, ഇത് വേറൊരു പ്രകാശതരംഗാണ്. അപ്പോൾ അത് രണ്ടും ഒരേ രീതിയിൽ നോക്കൂ. ഈ പ്രകാശതരംഗത്തിന്റെ ഇവിടെ താഴോട്ടാണ്, ഇതും അതുപോലെ താഴോട്ടാണ്. ഇത് മേലോട്ടാണ്, ഇവിടെ മേലോട്ടാണ്. ഇങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇതുപോലെ കൂടുതൽ ശക്തമായ ഒരു തരംഗമായി മാറും. അതേസമയം ഇങ്ങനെയാണെങ്കിലോ, ഇതുപോലെയാണെങ്കിലോ, ഇവിടെ എന്താണ്? ഇവിടെ ഇത് താഴോട്ടാണ്, അതേ നേരെ ഇതിൽ താഴോട്ടാണ്. ഇവിടെ മേലോട്ട്, ഇവിടെ അതേപോലെ മേലോട്ട്. അങ്ങനെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇത് മേലോട്ടാണെങ്കിൽ അതിന് നേരെ ഇവിടെ താഴോട്ടാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്നാൽ തരംഗം ഇല്ലാണ്ടായി മാറും. ഇത് നമ്മൾ ബീച്ചിലൊക്കെ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു തിരങ്ങനെ വന്നിട്ട് ആ തിരങ്ങനെ ഉയർന്നതിനോട് അതേ രീതിയിൽ ഓരോന്നുകൂടി ഉയർന്നു വന്നാൽ വലിയ തിരയായി മാറും. അതേസമയം അവിടെ ഒരു കുഴി വരികയാണെങ്കിൽ ഇത് നിരപ്പായി പോകും. അപ്പൊ ഈ ലേസറിൽ വരുന്ന പ്രകാശത്തിന്റെ പ്രത്യേകതയാണ് ഈ ലേസറിലേക്ക്. ഈ ലേസറിൽ ഇതിനകത്ത് സാധാരണ ചുവന്ന ലൈറ്റാണ് കാണിക്കാറ്. റൂബി ലേസർ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് റൂബി റോഡ് ഉണ്ടാവും. അപ്പൊ ആ റൂബി റോഡിലൊക്കെ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസിനെ താഴത്തെ ഊർജ്ജ നിലയിൽ നിന്ന് മേലോട്ട് തള്ളിവിടാൻ വേണ്ടിയിട്ട് ഒരൊറ്റ പ്രകാശം കൊടുക്കും. അപ്പോൾ ആ പ്രകാശം ആഗിരണം ചെയ്തിട്ട് താഴെ ഊർജ്ജ നിലയിൽ നിന്ന് ഇലക്ട്രോണുകൾ ധാരാളമായിട്ട് ഒരുപാട് ആറ്റങ്ങളിൽ നിന്നുള്ളത് മേലെ നിലയിലേക്ക് പോകും. ആ മേലെ നിലയിലുള്ള ഇലക്ട്രോണിനെ
താഴെ നിലയിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ലൈറ്റ് ഉപയോഗിക്കും കൊടുക്കുന്നത്. അപ്പോൾ ആ ലൈറ്റ് വന്നിട്ട് മേലുള്ള ഇലക്ട്രോൺ ഒന്നര മുട്ടിയാൽ സംഭവിക്കുന്നത് അതിനെ ട്രിഗർ ചെയ്തിട്ട് അത് രണ്ടും താഴോട്ട് വരും. എന്നുവെച്ചാൽ രണ്ടും ഇലക്ട്രോണും താഴോട്ട് വരുമ്പോൾ എന്തിനാ പുറത്തു വിടുക? എന്തിനാ പുറത്തു വിടുക? പ്രകാശത്തിനാണ്. അപ്പോൾ നോക്കൂ, ഈ ഊർജ്ജനിലയിലേക്ക് പോയി. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഊർജ്ജനിലയിലേക്ക് അതിന് ചെയ്യുന്നതിൻ്റെ ചുറ്റും കണ്ടിട്ട് ഒരു ട്യൂബാണ്. ഒരൊറ്റ പ്രകാശമാണ് കൊടുത്താൽ ഈ താഴെ നിന്നുള്ള ഇലക്ട്രോണുകൾ മേലോട്ട് പോകും. ധാരാളം ഇലക്ട്രോണുകൾ മേലോട്ട് കാണിക്കുന്നു. അത് മേലോട്ട് പോയി. ഇനി അതിനെ വേറെ ലൈറ്റ് ഉപയോഗിച്ചിട്ട് താഴോട്ട് വരുത്തുക. അപ്പോൾ രണ്ടുണ്ടായി. അപ്പോൾ രണ്ട് പ്രകാശമായി. ഈ രണ്ട് പ്രകാശങ്ങൾ മേലെ ഇരിക്കുന്ന മറ്റ് ഇലക്ട്രോണുകളെയും ഇടിച്ചിടിച്ചിടിച്ച് താഴോട്ടിടും. അപ്പോൾ എല്ലാം തന്നെ പ്രകാശം പുറത്തു വന്നുകൊണ്ടിരിക്കും. ഇത് പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ആ പ്രകാശത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഊർജം സമ്പാദിക്കും. അനുഭവത്തിൽ തൊട്ട് വന്നതാണ്. എല്ലാത്തിൻ്റെയും ഊർജ്ജം സമ്പാദിക്കും. ഊർജ്ജ സമെന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും വേവ് ലെങ്ത് സമാണെന്ന് അർത്ഥം. അപ്പം നേരത്തെ കാണിച്ചവരെ ഒന്ന് അതിന് അതേപോലെ വരികയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൂടി വരും, അതിൻ്റെ തീവ്രത. അല്ലാതെ മങ്ങില്ല. അതുകൊണ്ടാണ് ലേസർ നമ്മൾ എത്ര ദൂരത്തേക്ക് അടിച്ചാലും അതിൻ്റെ തീവ്രത മങ്ങാതെ കാണുന്നത്. അതുകൊണ്ടാണ് ഇത് ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്നതാണ്. എന്ന് വെച്ചാൽ ഈ ക്വാണ്ടം പാർട്ടിക്കിളുകൾക്ക് ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ബോളെന്ന് വിചാരിച്ചോ. ഈ ബോളിന് ഇങ്ങനെ കയറി കിടക്കണമെങ്കിൽ ഒരുപാട് എനർജി ആവശ്യമാണ്. പക്ഷെ ക്വാണ്ടം ലെവലിൽ ഇത് വെറും പാർട്ടിക്കിൾ അല്ല, അതിന് ഏത് സ്വഭാവമുണ്ട്? തരംഗ സ്വഭാവമുണ്ട്. അപ്പം അതുകൊണ്ട് ചെറിയ ഒരു ഭാഗത്ത്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഇതിനകത്ത് വലിയ തരംഗം ചെറിയ ഭാഗത്തിന് ഇപ്പുറം കിടക്കാൻ കഴിയും. അപ്പൊ ഈ കുന്നു കയറി കിടക്കാൻ കഴിയില്ലെങ്കിലും ക്വാണ്ടം പാർട്ടിക്കിളുകൾക്ക്, ഇപ്പൊ നമുക്കല്ല, ക്വാണ്ടം പാർട്ടിക്കിളുകൾക്ക് ഈ കുന്നു കയറി കിടക്കാതെ തന്നെ ഈ കുന്നിന്റെ അകത്തുകൂടി ഇപ്പുറം വരാൻ പറ്റും. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് മാത്തമാറ്റിക്കലായിട്ടത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല സൂര്യനിൽ നടക്കുന്ന ഫ്യൂഷൻ, ഹൈഡ്രജൻ ആറ്റങ്ങൾ പരസ്പരം ഫ്യൂസ് ചെയ്ത് ചേരുന്നത് ഈ ക്വാണ്ടം ടണലിംഗ് സാധ്യമായതുകൊണ്ടാണ്. കാരണം രണ്ട് ഹൈഡ്രജനുകൾ തമ്മിൽ, ആറ്റങ്ങൾ തമ്മിൽ ഫ്യൂസ് ചെയ്യണമെങ്കിൽ രണ്ട് പ്രോട്ടോണും കൂടി ഒരുമിച്ച് വരണം. അത് ശക്തമായ വികർഷണം ഉണ്ടാവും. അങ്ങനെ ഇതിനെ ഒന്നിപ്പിക്കണമെങ്കിൽ ഒരു 15 മില്യൺ ഡിഗ്രി സെന്റിഗ്രേഡിനേക്കാൾ കൂടുതൽ താപം വേണം. അത്ര താപമൊന്നും സൂര്യനില്ല. പക്ഷെ അത് സാധ്യമാകുന്നത് ഈ പറഞ്ഞതുപോലെ ധാരാളം എണ്ണിങ്ങനെ കൂട്ടിമുട്ടുന്ന അവസരത്തിൽ ഏതെങ്കിലും ഒന്ന് അങ്ങ് അകത്തേക്ക് കയറും. അതിനാണ് ക്വാണ്ടം ടണലിംഗ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സൂര്യനിൽ നിന്ന് പ്രകാശം കിട്ടുന്നത്, ഫ്യൂഷൻ നടക്കുന്നത്. നമ്മുടെ LED ലൈറ്റിൻ്റെ എല്ലാം ക്വാണ്ടം മെക്കാനിക്സിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന എന്നൊക്കെ പഠിക്കുന്ന ഇതാണ്. അതിൻ്റെ ഇടയിലൊരു ബാരിയർ ഉണ്ടായിരിക്കും. അപ്പം ഇവിടുന്ന് നമുക്ക് ഇലക്ട്രോണിനെ മേലോട്ട് പാസ് ചെയ്യാൻ പറ്റും കറണ്ട് കൊടുത്താൽ. അപ്പോൾ കൂടുതൽ ഊർജ്ജനിലയിലേക്ക് പോകും. പിന്നെ ബാൻഡ് എന്നാണ് പറയുന്നത്. കണ്ടക്ഷൻ ബാൻഡ്, വേക്കൻറ്റ് ബാൻഡ്, ഒക്കുപ്പൈഡ് ബാൻഡ്. ഇവിടുന്ന് ഇലക്ട്രോൺ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒഴിവ് വരും. ഇലക്ട്രോൺ ഇരിക്കുന്ന സ്ഥലത്ത് ഹോൾ എന്നാണ് പറയുന്നത്. ഈ ഇവിടുന്ന് ഇലക്ട്രോണ് ഇതിലേക്ക് വരികയാണെങ്കിൽ ആ സമയത്ത് പ്രകാശം പുറത്തു വരും. ആ പ്രകാശം പുറത്തു വരുന്നത് ആ പദാർത്ഥത്തിനനുസരിച്ചിട്ടാണ്. ഇത് നമ്മുടെ കോണ്ടൻസേഷൻ കാണാൻ പോയി കോഴിക്കോട്. അതിലൊരു LED ലൈറ്റിൻ്റെ എക്സ്പെരിമെൻറ്റ് കാണിക്കാൻ കുട്ടിയാണ്. ആദ്യം നമുക്ക് പുറത്ത് വെച്ച് കത്തിച്ച് കാണിക്കണം മഞ്ഞ നിറം. പിന്നെ ലിക്വിഡ് നൈട്രജനിലിട്ടൊരു കത്തിക്കണം. എന്ത് നിറം വരുന്നത്? നല്ല തിളക്കുള്ള വൈറ്റ് ലൈറ്റ് വരും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ എനർജി ഗ്യാപ്പ്, ഇലക്ട്രോണുകളുള്ള ആ താഴത്തതും മറ്റതും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് ഇത്രയും വിചാരിക്കാം. ഇനി നമ്മൾ ഇത് ലിക്വിഡ് നൈട്രജനിൽ തണുപ്പിക്കുകയാണെങ്കിൽ എനർജി ഗ്യാപ്പ് കൂടും. എനർജി ഗ്യാപ്പ് കൂടുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പോൾ കൂടുതൽ ഊർജ്ജമുള്ള ലൈറ്റ് പുറത്ത് വിടണം. അതുകൊണ്ടാണ് ഇത് കൂടുതൽ തിളക്കുള്ള ലൈറ്റായി മാറിയത്.
നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു 25-30 കൊല്ലം മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ഇൻകാൻഡസെന്റ് ബൾബ് ലൈറ്റാണ്. ഈ സ്പ്രിംഗ് ഒക്കെ ഉണ്ട്, പഴയ ബൾബ്. അന്ന് വോൾട്ടേജ് ഉള്ള കാലത്ത് റൂമിൽ അത്യാവശ്യം വെളിച്ചം കിട്ടണമെങ്കിൽ 60 വാട്ടിൻ്റെ ഒരു ബൾബെങ്കിലും ഇടാതെ കിട്ടില്ല. പത്രം ഒന്നും വായിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ വായിച്ചിട്ടുള്ളത് വളത്തിൻ്റെ ഈ വെളിച്ചത്തിലാട്ടോ, എല്ലാവർക്കും പറ്റില്ല, നമുക്കും പറ്റില്ല. അപ്പോൾ ഒരു 60 വാട്ടിൻ്റെ ബൾബെങ്കിലും ഇല്ലെങ്കിലും ഒരു റൂമിൽ വെളിച്ചം കിട്ടില്ല. ഇന്ന് 12 വാട്ടിൻ്റെ 5 ബൾബിടാം, അല്ല അപ്പോഴല്ലേ 60 വാട്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ബൾബിൻ്റെ സ്ഥാനത്ത് ഇന്ന് LED വന്നതുകൊണ്ട് എന്ന് വെച്ചാൽ ക്വാണ്ടം സയൻസ് വളർന്നത് കൊണ്ട് നമ്മളെ വീട്ടിലെ എല്ലാ സ്ഥലത്തും ലൈറ്റ് കൊടുക്കാൻ ഈ ഒരു 60 വാട്ട് ആലോചിച്ചു. അതില്ലായിരുന്നെങ്കിൽ നമ്മളെ കറണ്ടിൻ്റെ എഫിഷ്യൻസി അതിഭീകരമാകുമായിരുന്നു കേരളത്തിലൊക്കെ. അപ്പം അത്രയും വലിയ കോൺട്രിബ്യൂഷനാണ് ഈ ക്വാണ്ടം സയൻസിൻ്റെ വളർച്ച കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഇത് അറ്റോമിക് ക്ലോക്ക്, സമയം വളരെ കൃത്യമായി കണക്കാക്കുന്നത് ഈ അറ്റോമിക് ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ താഴെ നിലയിൽ നിന്ന് വേറെ നിലയിലേക്ക് ഇലക്ട്രോൺ പോകുന്ന ആ സമയവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അറ്റോമിക് ക്ലോക്ക് ഉപയോഗിച്ചിട്ടാണ് വളരെ കൃത്യമായി സമയം നിർണ്ണയിക്കുന്നത്. ഇത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളെ ലൊക്കേഷൻ ആയിക്കൂലേ, വീടിൻ്റെ ലൊക്കേഷൻ ആയിക്കൂലേ. ഈ വീടിൻ്റെ ലൊക്കേഷൻ നിർണ്ണയിക്കണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ സമയം, ഭൂമിയിലെ നമ്മളെ സമയവും ബഹിരാകാശത്തുള്ള ഒന്നിലേറെ സാറ്റലൈറ്റുകളിൽ ഇത് മെഷർ ചെയ്യുന്നുണ്ട്. GPS എന്നാണ് നമ്മൾ പറയുന്നത്, പൊസിഷനിങ് ആണ്. അപ്പോൾ ഒന്നിലേറെ സാറ്റലൈറ്റുകളിലെ സമയവും നമ്മളെ സമയവും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ സമയം പോകുന്ന സ്പീഡല്ല നമ്മുടെ ഭൂമിയിൽ സമയം പോകുന്നത്. അവിടെ ഈ സാറ്റലൈറ്റുകൾ വേഗത്തിൽ പോകുന്നതുകൊണ്ട് ഈ സമയം കുറച്ച് സ്ലോ, ഭൂമിയിൽ അതിനേക്കാൾ ഏറെ സ്ലോ ആവും. കാരണം ഭൂമിയുടെ ഗ്രാവിറ്റി കാരണം. ഇത് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മളെ ഈ GPS ഉപയോഗിക്കാൻ പറ്റുന്നത്. ആലോചിച്ചു, അതിൻ്റെ കൃത്യത ആലോചിച്ചു. അപ്പോൾ ക്വാണ്ടം സയൻസിലുള്ള വളർച്ച കൊണ്ട് മാത്രമാണ് നമുക്കിത് വളർന്നത്. അവർ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നുണ്ടാകുന്ന വന്നാൽ മതി. പക്ഷേ ഒട്ടേറെ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞ അത്ര വലിയ ചെറിയ വ്യത്യാസമാണ്. ഈ GPS സാറ്റലൈറ്റ്സ് ക്ലോക്ക് ഈസ് ഫാസ്റ്റർ ബൈ 0.38 microseconds per day. വളരെ ചെറിയ മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിന്റെ 10 ലക്ഷത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ പോയി തിരികെ ഒരു ദിവസത്തിൽ മാറ്റം വരുന്നത്. പക്ഷേ അതുപോലെ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ ലൊക്കേഷൻ അനേക കിലോമീറ്റർ മാറും. അപ്പം അത്രയും കൃത്യയോടെ നമുക്ക് സാധിക്കുന്നത് ഈ കൊണ്ടൊക്കെ ഒറ്റ കൂളായി ഇനി അധികം കേട്ടോ. അപ്പോൾ MRI ഇതൊക്കെ എടുക്കുന്നത് ഈ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ചിട്ടാണ്. ഒട്ടേറെ കാര്യങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോന്ന് അറിയില്ല, പണ്ട് കാലത്തൊക്കെ വയറ്റിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മളെ മുഴയോ അല്ലെങ്കിൽ അൾസറോ ഒക്കെ ആണെങ്കിൽ എക്സ്റേ എടുത്തിരുന്നത് ബേരിയം വീൽ എക്സ്റേ എന്നാണ് പരിപാടി ഉണ്ടായിരുന്നത്. ബേരിയം വീൽ എക്സ്റേ എന്ന് പറഞ്ഞാൽ എന്ത് ക്രൂരമായ പരിപാടിയായിരുന്നു. ഈ മോഡേൺ മെഡിസിൻകാരെ ആയുർവേദക്കാരൊക്കെ കളിയാക്കാറുണ്ട്. പക്ഷെ ബേരിയം വീലുമായിട്ട് ഒരു ക്രൂരതൊന്നും ആയുർവേദമൊന്നും കേട്ടോ. ബേരിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ കൊഴുപഴുത്തൊരു സാധനം തീറ്റിക്കുകയാണ്. അത് അനാരോഗ്യകരമാണ്. എന്നിട്ടാണ് എക്സ്റേ എടുക്കുന്നത്. അതിൽക്കൂടി ലൈറ്റ് കടന്നു പോകില്ല, എക്സ്റേ കടന്നു പോകില്ല, അപ്പോൾ കണ്ടുപിടിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് MRI മെഷീനാണ്. എത്രയോ എഫിഷ്യൻ്റാണ് MRI മെഷീൻ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതെല്ലാം തന്നെ വെള്ളത്തിൻ്റെ സ്പെക്ട്രാണ് എടുക്കുന്നത്. വെള്ളത്തിലെ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണുകളെല്ലാം ഇതിൽ ഉപയോഗിക്കുന്നുണ്ടോ. ഹൈഡ്രജൻ്റെ ഉള്ള പ്രോട്ടോൺ ഉണ്ടല്ലോ, ആ പ്രോട്ടോണിലും അത് വളരെ ശക്തമായൊരു വലിയ റൗണ്ടിനുള്ളിലാണ് നമ്മളെ കടത്തി വെക്കുന്നത്. അത് അതിശക്തമായൊരു മാഗ്നറ്റാണ്. ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്യുന്നവരെ കൂടെ ഇരുന്നിട്ടുണ്ടോ? നല്ല തണുപ്പല്ലേ ഇതിനുള്ളിൽ, നല്ല തണുപ്പായിരിക്കും. നല്ല തണുപ്പാക്കുന്നത് അതിശക്തമായ മാഗ്നറ്റ് ഉണ്ടാക്കാനാണ്. ഈ മാഗ്നറ്റ് ഉണ്ടാക്കുന്നതും എല്ലാം തന്നെ, മാഗ്നറ്റ് ആവുന്ന എല്ലാം തന്നെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇതിലുള്ളത്. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു നിയമമുണ്ട്. ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ
അത്ര ശക്തമായ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പോരുമ്പോൾ കണ്ടപ്പോഴേ കോഴിക്കോടല്ല ക്രസന്റ് ഹോസ്പിറ്റലിൽ അവർക്ക് MRI ഉണ്ട്. അതിന്റെ മാഗ്നറ്റിക് പവർ കൊടുത്തിട്ടുണ്ട് 1.5 ടെസ്ല എന്നാണ് കൊടുത്തിട്ടുണ്ട്. ടെസ്ല കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് വോൾട്ട് എന്നാണ്. ഇത്ര വോൾട്ട് എന്നൊക്കെ പറയുന്നില്ല, അതൊക്കെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുടെ പേരൊക്കെയാണ്. അപ്പൊ അതുപോലെ ആ മാഗ്നറ്റിന്റെ ശക്തി അവർ പറയുന്ന 1.5 ടെസ്ലയാണ്. ഇനി ഭൂമിയുടെ മാഗ്നറ്റിന്റെ ശക്തി എത്രയാണ്? 0.25 മൈക്രോ ടെസ്ല. മൈക്രോ ടെസ്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ടെസ്ലയുടെ 1 മില്യൺ ഭാഗത്തിൽ നിന്നൊരു ഭാഗമാണ്, 25 ഭാഗമാണ് ഭൂമിയുടെ മാഗ്നറ്റിക്. നമ്മൾ ചെയ്യുന്നത് 1.5 ടെസ്ല അപ്പൊ കാണുന്നത് അതിനേക്കാൾ കുറഞ്ഞതിനേക്കാൾ കൂടിയാവുന്നു. എന്ന് വെച്ചാൽ നമ്മളെ കടത്തുന്ന മാഗ്നറ്റിന്റെ ശക്തി ഭൂമിയുടെ മാഗ്നറ്റിന്റെ ശക്തിയുടെ 60,000 മടങ്ങാണ്. ഞാനിത് പറഞ്ഞത് നമ്മൾ തെക്കുവടക്ക് കടന്നുകൂടാന്ന് പറയാറുള്ളതുകൊണ്ടാണ്. തെക്കുവടക്ക് കടന്നാൽ രക്തത്തിൽ എന്തുണ്ട്? അയൺ ഉണ്ട്. രക്തത്തിൽ അയൺ ഉണ്ട്. അപ്പൊ അയൺ മുന്നിൽ തലയിൽ കയറും, രക്തമൊക്കെ തലയിൽ കയറും, അല്ലെങ്കിൽ കാലിലേക്ക് കയറും എന്ന് പറയാൻ നമ്മളെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 60,000 ഇരട്ടി ഉള്ളിൽ വെച്ചാൽ എന്താവും സ്ഥിതി? അപ്പൊ തന്നെ മനുഷ്യ പൊട്ടി തീർക്കും. അപ്പൊ ഇതെല്ലാം തന്നെ അങ്ങനെ വെറുതെ പറഞ്ഞാൽ മാത്രമല്ല, നമ്മളെ രക്തത്തിലുള്ള ഇരുമ്പ് അങ്ങനെ കാന്തം പിടിക്കുന്ന ഇരുമ്പല്ല. നമ്മളെ സ്കൂളിലൊക്കെ സോഡിയം വെള്ളത്തിൽ കണ്ടിട്ടില്ലേ? എന്താ കാണിക്കുന്ന? ആളെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന ഗ്യാസാണ് ക്ലോറിൻ. ഇത് രണ്ടും കൂടി ചേർന്ന സോഡിയം ക്ലോറൈഡാണ് നമ്മൾ ഉപ്പായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് അങ്ങനത്തെ ഒരു ഭ്രാന്തില്ല. അതിനുള്ള സോഡിയത്തിന് അതുപോലെ തന്നെയാണ് ഇതും. ഈ നമ്മുടെ രക്തത്തിലുള്ള സോഡിയം അത് അല്ല അയൺ ഇരുമ്പ് രൂപത്തിലല്ല, അതിൻ്റെ അയോണായിട്ടായിരിക്കുന്നത്. അത് ഫെറോമാഗ്നറ്റിക് അല്ല. ഞാനിത് പറഞ്ഞ് ഇത്തരത്തിലുള്ള ഒട്ടേറെ സയൻസിൻ്റെ ഒരു എന്ത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സയൻസിൻ്റെ ഒരു പൂശൽ കൊടുക്കും. അങ്ങനെയാണ് ഇന്നത് വലിയ തോതിൽ വളർന്നു വന്നിട്ടുണ്ട്. ദേശത്തുകാരും അല്ലാത്തവരുമായിട്ടുള്ള സാമൂഹ്യ ബോധമുള്ള എല്ലാ ആളുകളും ഇത്തരം നിലപാടുകൾ